Resolute comrade. Resolute comrade. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ഞങ്ങളുടെ VS മരിക്കുന്നില്ല. ഞങ്ങളുടെ VS മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കപൂറാകൽ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തുകാരും ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്താലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോരാട്ടത്തിൻ പോർവീതികളിൽ നാടിനെയാകെ നയിച്ച സഖാവേ, ഞങ്ങളെയാകെ നയിച്ച സഖാവേ, നിങ്ങൾക്കായിരം അഞ്ജലികൾ, നിങ്ങൾക്കായിരം അഞ്ജലികൾ. ഇൻക്വിലാബ് സിന്ദാബാദ്, സഖാവ് VS സിന്ദാബാദ്. ഈ ഒരു വീഡിയോ കണ്ടിട്ടെ എന്തെങ്കിലും തോന്നിയോ ആർക്കെങ്കിലും? നല്ല കാര്യം. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് സഖാവ് VS വിട പറഞ്ഞ സമയം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മുദ്രാവാക്യങ്ങളിലൊന്നാണ് ഇന്ന് നമ്മുടെ ആക്ടർ വിനായകൻ വന്ന് പറഞ്ഞത്, അല്ലേ? സത്യമായിട്ടുള്ള കാര്യം. ഏതാണെങ്കിലും വിനായകൻ ചത്ത് കൊന്ന് തിന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളതിൽ ആശ്വസിച്ചോളി എല്ലാ സഖാക്കളും, ബാക്കി കേരളത്തിലെ നല്ലവരായിട്ടുള്ള എല്ലാ ജനങ്ങളും. കാരണം ഈ വിനായകന് ഒരു പ്രശ്നമുണ്ട്. ഇടക്ക് ഈ എന്താ പറയുക, ബഹുതന്ത സിൻഡ്രോം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അത് ഇടക്കിടക്ക് പുറത്ത് കാണിക്കാറുണ്ട് നമ്മുടെ വിനായകൻ. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കട്ടോ. അപ്പോൾ ഈ ബഹുതന്ത സിൻഡ്രോം ഉള്ള വിനായകൻ മുമ്പ് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് എന്താ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? നട്ടപ്പാതിരക്ക് വന്നിട്ട് ഫേസ്ബുക്കിൽ വന്ന് ലൈവ് ഇട്ട അതേ വിനായകനാണ് ബഹുതന്ത സിൻഡ്രത്തിലൂടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ വിനായകൻ പറഞ്ഞ അന്നത്തെ വേർഡ് നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും മറക്കാതിരിക്കാൻ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കേൾക്കണം. ഇവനെ പോലത്തെ ഇവന്മാരുടെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ ചിന്താഗതി എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കണം. കാരണം അന്ന് ഇവൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ അവരും കൂടെ ഒന്നുകൂടെ ഓർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ക്ലിപ്പും കൂടെ ഒന്ന് വിടുന്നുണ്ട്. അതുകൂടെ കേട്ടിട്ട് ഈ മൾട്ടിപ്പിൾ തന്ത സിൻഡ്രോം ആൾക്കുള്ള മറുപടി നമുക്ക് കൊടുക്കാം. നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കപൂറാകൽ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തുകാരും ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്താലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പത്രക്കാർ. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല. കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ നിർത്ത്. ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളൂ. എന്റെ അച്ഛനും ചത്തുപോയി, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ആ പഴയ കാലങ്ങളൊക്കെ ഓർത്ത് കാണും, അല്ലേ? ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഈ വിനായകൻ പറഞ്ഞ അവൻ്റെ വായിക്കൂടെ അവൻ തുപ്പിയ ചെറ്റ വർത്താനം ആയിരുന്നു ഈ പറഞ്ഞ ചാവിൻ്റെ വർത്താനം. അതായത് വിനായകനോട് ചോദിക്കട്ടെ ഒരു കാര്യം. അപ്പം അന്ന് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് നിനക്ക് ചത്ത് എന്ന് പറയാനാണ് നിനക്ക് തോന്നിയത്. കാരണം നിന്റെ തന്ത ചത്തു, അല്ലെങ്കിൽ നിന്റെ തന്തയുടെ തന്ത ചത്തു, നിന്റെ അമ്മ ചത്തു, നിന്റെ വീട്ടിലുള്ളവന്മാരൊക്കെ ചത്തു എന്ന് പറയുമ്പം ബാക്കിയുള്ള ആൾക്കാർ ചത്തു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് നീ അന്ന് പറഞ്ഞത്. അപ്പം നാട്ടിൽ ഏതൊരാൾ മരിച്ചു കഴിഞ്ഞാലും പിന്നെ ചാവ് പറഞ്ഞാൽ പോരെ, അല്ലേ? മരിച്ചു എന്നോ അതല്ലെങ്കിൽ ഇതുപോലെ എന്തിനാണ് ഈ പത്രമാധ്യമങ്ങൾ ഇത്രയും കാര്യമായിട്ട് 2-3 ദിവസം ഇതിൻ്റെ പിന്നാലെ ഓടുന്നത്? അതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെയാണല്ലോ നമ്മൾ അന്ന് ചോദിച്ചത്. ഏതായാലും ഇന്നത്തെ നമ്മുടെ VSന്റെ മരണത്തിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത് വിനായക? ഈ തുടക്കത്തിൽ വിളിച്ച മുദ്രാവാക്യമാണോ വിനായക? അതെന്താ വിനായക? VS മരിച്ചിട്ട് വിലാപയാത്ര നടന്നു 2-3 ദിവസമായിട്ട് ഒരുപാട് കേരളത്തിലെ ഒരുപാട് ആളുകൾ VSനെ കാണാൻ വേണ്ടി പോകുന്നു. ഒരു അവസാനത്തെ ഒരു വിട പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. വിലാപയാത്ര അന്ന് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര എങ്ങനെയാണോ അതുപോലെ തന്നെ അതിനേക്കാളും ചിലപ്പോൾ ഒരു മടങ്ങ് കൂടുതലായിട്ട് വരെ തോന്നുന്ന ചില സമയങ്ങൾ ഈ വിലാപയാത്രയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തേ വിനായക ഈ പറഞ്ഞ മാധ്യമങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്? ഇതിനാലെ പോയി? എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ചത്തു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു നിനക്ക്? അതിന് പകരം എന്തിനാ നീ അവിടെ പോയി എന്താ പറയുക മുദ്രാവാക്യം വിളിക്കാതെ നിനക്ക് തോന്നുന്നത്? കാരണം അന്തം കമ്മിയായതുകൊണ്ടാണോ? നിന്റെ രാഷ്ട്രീയം അതുകൊണ്ടായതാണോ? അന്തം കമ്മ്യൂസം മൂത്തിട്ടാണോ നിനക്ക് അങ്ങനെ തോന്നിയത്? ഈ കേരളത്തിലെ ഈ ആൾക്കാരും നമ്മുടെ നാട്ടിലെ സഖാക്കൾ പോലും അവിടെ പോയിട്ട് മുദ്രാവാക്യം വിളിച്ചതും അല്ലെങ്കിൽ ഈ അന്തിമ ഉപചാരം അർപ്പിച്ചതൊന്നും അന്തം കമ്മികളായിട്ടൊന്നും അല്ല. അത് വേറെ, ആ ടൈം നമ്മൾ രാഷ്ട്രീയത്തിൽ യൂസ് ചെയ്യും. പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മരണം വന്നു കഴിഞ്ഞാൽ
അന്ന് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഒരുപാട് സഖാക്കൾ വന്നിട്ട് ആ വിലാപയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് അവരെന്താ കൊങ്ങികൾ എന്നാണോ പറഞ്ഞത്, അന്തം കൊങ്ങികൾ എന്ന് പറഞ്ഞു? ഇല്ല. ഒരാളുടെ മരണം വരുന്ന സമയത്ത് ആ മരണത്തിന് അക്സെപ്റ്റ് ചെയ്യുന്ന രീതി വേറെയാണ്, അവരുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കും. ഈ രാഷ്ട്രീയത്തിൽ ഈ രണ്ട് പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ, പല തരത്തിൽ, പല വാഗ്വാദങ്ങളും, പല തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിലും മരണം വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കേണ്ട വിനായകൻ ഇന്ന് ഈ പറഞ്ഞ, ഇന്ന് വിളിച്ച വിനായകൻ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, പക്ഷേ ഈ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉണ്ടല്ലോ, അതായത് പല ബഹുദൈവ അസുഖം, ബഹുതന്ത അസുഖം ഉണ്ടല്ലോ, ആ അസുഖം ഉള്ളവനാണ് താനെന്ന് തൻ്റെ ഇന്നത്തെ പ്രവൃത്തി കൊണ്ട് വളരെ വ്യക്തമാക്കി നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതും. 1-2 പേര് ഈ വീഡിയോ ചെയ്ത് ഞാൻ കാണുകയും ചെയ്തു. തൻ്റെ ഈ പ്രസംഗം, തൻ്റെ ഇന്നത്തെ ഈ മുദ്രാവാക്യം പകല് നിൻ്റെ ഈ ന്യൂസിൽ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇവൻ ശരിക്കും ഈ ഡബിൾ സിൻഡ്രത്തിൽ പെട്ടവനാണല്ലോ എന്നുള്ളത്. ഇത് മാത്രമല്ല, അന്ന് നീ എന്താ പറയുക, ഒരു മനോരമക്കോ അതാണ് മാധ്യമത്തിന് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് നീ കുറെ കൊണച്ചിരുന്നു. ആ കൊണയും കൂടെ കേട്ട് നോക്കാം. ഓക്കെ. ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തിയെ പറ്റിയുള്ള പരാമർശം നടത്തിയതിൽ ഭാഷ പ്രശ്നമാണ് എന്ന്, അല്ലെങ്കിൽ പ്രശ്നമായി എന്ന് കരുതുന്നുണ്ടോ? നെവർ. എൻ്റെ അച്ഛൻ ചത്തുന്ന സമൂഹത്തിന് പറയാമെങ്കിൽ പിന്നെ അയാളുടെ അച്ഛൻ ചത്തുന്ന എനിക്കും പറഞ്ഞൂടെ? അപ്പൊ എൻ്റെ അച്ഛൻ ആരാ ചീത്തേ? അതാണ് അന്ന് ഞാൻ പറഞ്ഞതിൽ ഒട്ടും തെറ്റ് കാണാതെ, ആ പശ്ചാത്തപിക്കാത്ത ഒരു ബാണമാണ് താൻ അന്ന് ഈ മനോരമക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിന്റെ അച്ഛൻ ചത്തു സമൂഹം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞൂടെ? അതുപോലെ തന്നെ അല്ലേ ഇപ്പൊ ഇന്നും? എന്തേ നിനക്ക് ഇന്നങ്ങനെ പോസ്റ്റ് ഇടാൻ തോന്നാതിരുന്നത്? VS അച്യുതാനന്ദൻ മരണപ്പെട്ടപ്പം എന്തുകൊണ്ട് നിന്റെ അച്ഛൻ അന്ന് ചത്തു, പിന്നെന്താ നിന്റെ വല്യച്ഛൻ അന്ന് മരിച്ചു എന്നാണോ പറഞ്ഞത്? അതുകൊണ്ട് നീ VSന്റെ കാര്യത്തിൽ വല്യച്ഛനെ മരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് മുദ്രാവാക്യം വിളിച്ചു പോയത് വിനായക? അല്ലല്ലോ. ഏതായാലും ബാക്കിയൂടെ കേട്ടു വിനായകന്റെ അന്നത്തെ കൊണ. എൻ്റെ അച്ഛൻ ചീത്ത അല്ലേ? ഇവരുടെ അച്ഛൻ ഭയങ്കര തീപ്പെട്ട് മരണമടഞ്ഞു. എൻ്റെ അച്ഛൻ മാത്രം ചത്തു. എന്താ? എനിക്കും എൻ്റെ അച്ഛൻ ഭയങ്കരമാണ്. എൻ്റെ അച്ഛനെന്നെ അതിൻ്റെ പവറിൻ്റെ. എന്ത് സമൂഹമല്ലേ? സമൂഹത്തിൽ ഒരു വിഷങ്ങളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് വിഷങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ തൊടാൻ പറ്റുമെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടോ? നടക്കില്ല. അതിനേക്കാൾ വലിയ വിഷമല്ലേ വിനായക നീ? ഈ ബഹുതന്ത അസുഖം മൂത്ത നീയല്ലേ അതിനേക്കാൾ വലിയ വിഷം? സമൂഹം വിഷമാണെങ്കിൽ നീ ആ സമൂഹത്തിലെ കൊടിയ വിഷമാണ് വിനായക. അതുകൊണ്ടാണ് നിനക്ക് അന്ന് അങ്ങനെ തോന്നിയതും ഇന്ന് ഇങ്ങനെ തോന്നിയതും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിയതും വിനായക. നീ ഒരു കൊടിയ വിഷമാണ് വിനായക, വേറൊന്നുമല്ല. ഈ സമൂഹത്തിലെ എല്ലാതരം കാര്യങ്ങളും മാധ്യമങ്ങൾ പ്രതിഫലിക്കാറുണ്ട്. എല്ലാ തരം കാര്യങ്ങളും. അത് ചോയ്സ് വിനായകൻ്റെയാണ്. കയ്യിൽ റിമോട്ട് ഉണ്ടാവും. ചാനൽ മാറ്റാനുള്ള റൈറ്റ് വിനായകനുണ്ട്. പിന്നെ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെയും ചിന്തിക്കാമല്ലോ. കേരളത്തിൽ 80% മലയാളികളുള്ള നമ്മുടെ 80% പിടിക്കും. ഇവരെല്ലാം പൊളിറ്റിക്കലിയാണ് ആൾ. ഇവർ സീരിയൽ കാണുന്ന വീട്ടുകാരായിരിക്കും ചിലപ്പോൾ. ബാക്കി ഒരുവിധപ്പെട്ട എല്ലാവരും 80%ഉം പൊളിറ്റിക്കലി ന്യൂസ് കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടി സീരിയൽ വേണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിവെക്ക്. 80% ഓഫ് പേഴ്സൺസ് ഇൻ കേരള എല്ലാവരും പൊളിറ്റിക്കലിയാണ് ജീവിക്കുന്നത്. അവർക്ക് പൊളിറ്റിക്സ് മസ്റ്റാണ്, ന്യൂസ് മസ്റ്റാണ്. ആ ന്യൂസിനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതാണ് യാഥാർത്ഥ്യമെന്ന് കരുതാം. അതിനെ പറ്റിയുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് പക്ഷെ അപ്പോഴും ഞാൻ മാറ്റിയാൽ മതിയെന്നല്ല ചോദിച്ചത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയും ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവില്ലേ? ഇല്ല, പക്ഷെ വിനായകൻ അങ്ങനെ ചിന്തിക്കില്ല. കാരണം നിങ്ങൾ ഇൻജക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സമൂഹത്തിനോട്. ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ നിങ്ങൾ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഞാൻ സംസാരിച്ചിരിക്കും. അതാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ എല്ലാ റൈറ്റ്സും ഉണ്ട്. ഞാൻ അംഗീകരിക്കേണ്ട എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചെയ്യണില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യണില്ല? ഈ സമൂഹത്തിനോടൊരു മര്യാദ വേണ്ടേ? എനിക്ക് ആ മര്യാദയുണ്ട്. അത് ഞാൻ പറഞ്ഞിരിക്കും. നിങ്ങൾ കാണിക്കുന്നത് പൊട്ടത്തരുമെന്ന് വിനായകൻ വിളിച്ചു പറഞ്ഞിരിക്കും. എന്റെ വിനായക, നിന്റെ കൊണ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇവര് കാണിക്കുന്നത് പൊട്ടത്തരമാണ്, വിനായകൻ കാണിക്കുന്നത് ചെറ്റത്തരമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം അല്ലേ? അന്ന് വിനായകൻ ഈ പത്രമാധ്യമങ്ങളൊക്കെ എത്രയും പറഞ്ഞ സമയത്ത് ഈ പൊളിറ്റിക്സ് ആണ് നമ്മുടെ 80% കേരളത്തിലെ ജനങ്ങൾക്കും എന്ന് പറഞ്ഞ സമയത്ത്, ന്യൂസ് കാണുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞ സമയത്തും
വിനായകൻ അന്ന് ന്യൂസ് കണ്ട സമയത്ത് ഇത് മാത്രം കണ്ട് വിനായകൻ്റെ കണ്ണ് തള്ളി, വിനായകൻ ഇഷ്ടപ്പെടാണ്ട്, വിനായകൻ്റെ തന്ത ചെറ്റ വർത്താനം വന്ന് ഇതുപോലെ അന്ന് ഫേസ്ബുക്കിലൂടെ അതേ ചെറ്റയായിട്ടുള്ള തന്ത വർത്താനം പറഞ്ഞ വിനായകൻ ഇന്ന് വന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അടിപൊളി, ആഹാ, വാവ്. എന്താണ് വിനായക, ഇങ്ങനെ മൾട്ടിപ്പിൾ തന്ത സിൻഡ്രോം ആയിട്ട് ജീവിച്ചാൽ മതിയോ? കുറച്ചൊക്കെ ഒരു മെച്ചം വരണ്ടേ? അഭിനയിക്കാനുള്ള ഒരു കഴിവ് മാത്രമേ വിനായക നിനക്ക് തന്നിട്ടുള്ളൂ. ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാനുള്ള ഒരു തരത്തിലുള്ള ഗുണവും നിനക്ക് കിട്ടിയിട്ടില്ല. അത് നിന്റെ തന്തയുടെ കയ്യിൽ നിന്നാണെങ്കിലും നിന്റെ തന്തയുടെ കയ്യിൽ നിന്നാണെങ്കിലും ആ ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അതിൽ ചെറ്റ വർത്താനം നീ അന്ന് പറഞ്ഞതും ഇന്ന് നീ വന്നിട്ട് ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്തതും. നീ ഇന്ന് ചെയ്ത പ്രവൃത്തി നല്ലതാണ്. ഇന്ന് ഇത്തരത്തിൽ ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. അതിനെയാണ് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അതിന് പകരം അന്ന് നീ ആ കൊണ അടിച്ചിട്ട് ഇന്ന് നീ സംഭവം ചെയ്തപ്പോണ്ടല്ലോ, നീ മൊത്തത്തിലൊരു കൊണ എന്നുള്ളത് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതായത് യഥാർത്ഥത്തിൽ വിനായകൻ എന്ന് പറഞ്ഞത് എന്തോ വലിച്ചു കയറ്റി അല്ലെങ്കിൽ കൂട്ടിയിട്ട് വലിച്ച് അതിൻ്റെ മേൽ ജീവിക്കുന്ന ഒരു പാഴ്വാഴ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വിനായകനെ വിശേഷിപ്പിക്കാനൊന്നുമില്ല. അഭിനയം ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു ജന്മം. അഭിനയം ഇല്ലെങ്കിൽ ഏതോ സമയത്ത് ആരെങ്കിലുമൊക്കെ തച്ചടിച്ച് കൊന്നുപോകേണ്ട ഒരു പാഴ്ജന്മം. അതാണ് വിനായകൻ എന്ന് പറഞ്ഞത്. ഈ മനസ്സിലുള്ള ദുഷിച്ച ചിന്ത എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് അതെല്ലാം കൂടെ പല രീതിയിൽ വലിച്ചു കയറ്റുമ്പം വരുന്ന ചില പ്രത്യേകതരം അവസ്ഥാന്തരങ്ങളാണ് വിനായക നിൻ്റെത്. അന്ന് നീ അടിച്ചത് എന്തോ ഒരു വലിയ സാധനമായിരുന്നു. ഇന്ന് നീ അടിക്കാത്തത് കൊണ്ട്, നിനക്ക് സ്വബോധം കുറച്ചുള്ളത് കൊണ്ട് നീ ഇന്ന് അവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് നീ അവിടെ നിന്ന് പോയി. അപ്പോൾ അന്നും ഇന്നുമുള്ള നിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ആളുകൾ, ഈ പറഞ്ഞ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ ഇന്ന് വന്നിട്ട് VSൻ്റെ അടുത്ത്, അതായത് നമ്മുടെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊമ്പ് പുറത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് VSുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ഘോരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ പാർട്ടികളിൽ നിന്ന് ജീവിച്ച് മരിച്ച ആളുകളാണ് ഇവർ. ഇതിനെപ്പറ്റി അതായത് ചാണ്ടിയുമ്മൻ വരെ ഇന്ന് VSൻ്റെ മരണത്തിനെ പറ്റി ചാണ്ടിയുമ്മൻ വരെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞു. അന്നത്തെ പഴയ കുറച്ച് 2 യാത്രകളെയും കമ്പയർ ചെയ്തിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് കേട്ട് നോക്ക് നീ. ഇതിന് തൊട്ട് മുൻപും അല്ലെങ്കിൽ ഇപ്പോൾ പോലും ചർച്ചയാകുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു യാത്രയുമായാണ്. അതിനുശേഷമാണ് VSൻ്റേത് വരുന്നു. ഈ ഒരു യാത്ര കാണുമ്പോൾ എന്താണ് മനസ്സിലെടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ആ ഓർമ്മകൾ 2 വർഷം മുമ്പുണ്ടായിരുന്ന എൻ്റെ പിതാവിൻ്റെ അന്തിമയാത്രയുടെ ഓർമ്മകൾ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സാമ്യമുണ്ട്. രാത്രി വൈകിയും ആൾക്കാർ അന്നും നിന്നു ഇന്നും നിൽക്കുന്നു. അതെന്താണ് ശ്രീ VS അച്യുതാനന്ദന് കേരള സമൂഹത്തിലെ സ്ഥാനം എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവർ രാഷ്ട്രീയമായി പലപ്പോഴും വിയോജിപ്പുകൾ ഉണ്ടായിരുന്ന സമയത്തും യോജിപ്പുകളും ഉണ്ടായിരുന്നു, പരസ്പരം ആദരവുകളുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു നിനക്കത് കേട്ടിട്ട് വല്ലതും തോന്നിയോ വിനായക? ഒന്നും തോന്നൂല. നിനക്ക് തോന്നരുത്. നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ മനുഷ്യനായി പോവും. അത് തോന്നാതിരിക്കുന്നിടത്തോളം കാലമാണ് നീ വിനായകനായിട്ട് ഈ ഒരു രൂപത്തിൽ നീ ഈ രാജ്യത്ത് ജീവിച്ചു പോവുള്ളൂ. അപ്പം വിനായകൻ്റെ ഈ ഒരു ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാനിത് കമ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇത് എന്താ പറയുക, ഉമ്മൻചാണ്ടിനെ അതല്ലെങ്കിൽ VSനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ മരണത്തിൽ കണ്ണീരൊഴുകിയ, അല്ലെങ്കിൽ ഒരു സങ്കടപ്പെട്ട ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരതാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല കേട്ടോ. ഇവനെ പോലത്തെ സമൂഹത്തിലെ സാമൂഹ്യ ജീവി അല്ലാതെ സമൂഹത്തിൽ വെറുപ്പും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചെറ്റ വർത്താനും കോണധികാരം പറഞ്ഞു നടക്കുന്ന ഇവനെ പോലത്തെ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡബിൾ സിൻഡ്രോമുള്ള ഇവനെ പോലത്തെ ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ഇവൻ്റെ സിനിമകൾ, സത്യം പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ സിനിമകൾ വേണം ബഹിഷ്കരിക്കാൻ. അങ്ങനെ സിനിമ പോലും കിട്ടാതെ, അല്ലെങ്കിൽ ഇവൻ അഭിനയിച്ച് കഴിഞ്ഞാൽ സിനിമ പൊട്ടും എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ ആളുകൾ ഇവനെ സിനിമയ്ക്ക് വിളിക്കാണ്ടാവും. അല്ലെങ്കിൽ ഇവന് ആകെ അറിയുന്ന ഒരു പണി അത് മാത്രമാണ്. വേറെ അവന് ഒരു രീതിയിലും നല്ലത് ചെയ്യാത്തൊരു സാധനമാണ് ഇവൻ. ഏത് രീതി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവൻ നാട്ടിൽ എല്ലാം കൊണ്ടും ഒരു സാമൂഹ്യ എന്താ പറയുക വേസ്റ്റായിട്ട് ജീവിക്കുന്ന, സമൂഹത്തിന് മൊത്തം പറയിപ്പിക്കാനായി ജീവിക്കുന്ന, നമുക്കറിയാം അടുത്ത് പല ഇൻസിഡൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവൻ്റെ സുനാമി കാണിച്ച് നടന്നിട്ടാണെങ്കിലും, ഫ്ലാറ്റിൻ്റെ പുറത്തുനിന്ന് ട്രൗസർ പൊക്കി കാണിച്ചിട്ടാണെങ്കിലും, അതല്ലാണ്ട് വേറെ എല്ലാ രീതിയിലും എയർപോർട്ടിൽ പോയി ചെന്നിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. കറുത്തവനാണ്, അല്ലെങ്കിൽ ജാതിയിൽ താന്നവനാണ്, എന്നെ ഇവർ അത് ചെയ്യും, എന്നെ ഇവർ ചെയ്യും, സമൂഹത്തിൽ ബാക്കിയുള്ളവർ എന്നെ വെറും കറുത്ത ജാതിയിൽ താന്ന വെറും ഒരു ശുദ്രജീവിയായിട്ടാണ് എന്നെ കാണുന്നത് എന്നുള്ള കോംപ്ലക്സ് കയറി അതിൻ്റെ ഇടക്ക് അഭിനയിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയപ്പം ഞാൻ ഇതിനെതിരെ അങ്ങോട്ട് വിപ്ലവം ഛർദ്ദിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ച് വന്നവനാണ് ഇവൻ.
പക്ഷെ ഇവൻ പറയുന്നത് വിപ്ലവമല്ല, ഇവൻ ഈ പറയുന്നത് അല്ലെങ്കിൽ ഈ ജാതി അധിക്ഷേപം പറയുന്നവർക്കെതിരെയുള്ള സംസാരം ഒന്നുമല്ല ഇവൻ ഈ പറയുന്നത്. ഇവൻ പറയുന്നത് ചെറ്റത്തരം, പരമ ചെറ്റത്തരം, കൊണ അടിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമേ ഇവൻ ഈ നാട്ടിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് വന്ന് ചെയ്യുന്നുള്ളൂ. അതാണ് ഞങ്ങൾ ഇന്നും ഈ കണ്ടത്. അതുകൊണ്ട് ഇമ്മാതിരി സാമൂഹ്യ വിപത്തുക്കളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മാറ്റി നിർത്തിക്കുക, സമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് അടുപ്പിക്കാണ്ടിരിക്കുക. അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഇവൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിട്ട് തോന്നും. സത്യമല്ലേ പറഞ്ഞത്? അതല്ല ഇവൻ ഈ ചെയ്തതാണ് സത്യം, അല്ലെങ്കിൽ ഇവൻ ചെയ്തതാണ് ശരി എന്നുള്ളവന്മാർ കമൻറ്റ് ഇട്ട് നോക്കട്ടെ. എത്ര ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര ആൾ ഇവൻ്റെ ഇമ്മാതിരി ചെറ്റത്തരത്തിനെതിരെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്.